ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കിച്ചണിലേക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതാ ഈ ഒരു ബോക്സിനകത്ത് ഇതേപോലെ രണ്ട് ചെറിയ ബോക്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ഫിൽറ്റർ പോലെ ഹോള് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കുംബർ, ക്യാരറ്റ് അങ്ങനെയൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും വാട്ടർ കണ്ടൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് താഴേക്ക് പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. സാധാരണ ഞാനത് കവറിനകത്തിട്ടാണ് വെക്കുന്നത്. ഒരാഴ്ചയൊക്കെ കഴിയുമ്പം മിക്കപ്പോഴും എൻ്റെ കുക്കുംബർ 3-4 എടുത്ത് കഴിയുമ്പോൾ തന്നെ അത് ഇങ്ങനെ ചീത്തയായി പോലാണ്. പക്ഷേ ഇങ്ങനെ വെച്ചതിന് ശേഷം ഏകദേശം 2 ആഴ്ചയായിട്ട് ഫ്രഷായിട്ട് തന്നെ അത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം ഇതിൽ അടച്ച് സൂക്ഷിച്ചാൽ മതി. അതേപോലെ തന്നെ ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ കട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ ഫ്രൂട്ട്സൊക്കെ ഇതിലിങ്ങനെ കട്ടാക്കി വെച്ചിട്ട് കളറൊന്നും ചേഞ്ച് ആവുന്നില്ല, നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കട്ടാക്കാൻ നിൽക്കേണ്ട, ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്നാൽ അവർ ആവശ്യത്തിനെടുത്ത് കഴിച്ചോളും. അതുപോലെ ഈ ഒരു ബോക്സിൻ്റെ അടപ്പിൻ്റെ അടിയിലായിട്ട് പിന്നെ ഈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് കുത്തിയെടുക്കാൻ വേണ്ടി ഒരു ഫോർക്കും പിന്നെ 2 സ്പൂണും വരുന്നുണ്ട്. അതും യൂസ്ഫുള്ളാണ്. നമ്മൾ ട്രാവലിങ്ങിലൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ പറ്റും. ഇതിപ്പോൾ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ നെറ്റ് പോലുള്ള എക്സ്ട്രാ ഒരു ബോക്സ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം വാങ്ങുക. എന്നാൽ മാത്രമേ നമുക്കിത് യൂസ്ഫുൾ ആവുള്ളൂ. പുതിനയിലയും മല്ലിയിലയും ഒക്കെ ഇതേപോലെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. സാധാരണ നമ്മൾ കവറിൽ സൂക്ഷിക്കുമ്പോൾ പെട്ടെന്ന് അത് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് നന്നായി കഴുകി ആ വെള്ളമൊക്കെ വാർന്നു പോയ ശേഷം ഒന്ന് ചെറിയ പീസാക്കി മുറിച്ച് ഇതുപോലെ ഇട്ടാൽ ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാനും എളുപ്പമാണ്. നമ്മുടെ ആ ഇലകൾ ചീത്തയായി പോകത്തതുമില്ല. അപ്പോൾ ഇനി ഇതുപോലുള്ള യൂസ്ഫുൾ പ്രൊഡക്റ്റുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.